ലാലേട്ടനൊക്കെ വന്നത് ആ ന്യൂസ് കണ്ടായിരുന്നു. ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ലാലേട്ടൻ അറിയാത്ത ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും അറിയേണ്ടത് ആൾക്കാരെ രക്ഷപ്പെടാനൊരു വഴിയായിരിക്കും. അതൊരു അരമണിക്കൂറിലുള്ളൊരു എക്സസൈസ് ഡോക്ടർ ഫുൾ കോൺഫിഡൻസിൽ പറഞ്ഞിരുന്നു. ഞങ്ങൾ വന്ന വഴിക്ക് തന്നെ ഇത് മാറ്റിയിട്ടേ ഇവിടെ നിന്ന് വിടുള്ളൂ എന്ന്. ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം പറഞ്ഞ മാതിരി തന്നെ 100% ഞങ്ങൾക്ക് റിലീഫായി. ഇപ്പോൾ വളരെ ഹാപ്പിയാണ്. 3-4 ദിവസമായി നല്ല തലകറക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബുദ്ധിമുട്ട് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത അത്രയും ബുദ്ധിമുട്ട്. അപ്പോൾ ഇന്നാണ് ഡോക്ടറെ അടുത്ത് വന്ന് എക്സസൈസൊക്കെ ചെയ്യിപ്പിച്ചു. നല്ല റിലാക്സേഷൻ തോന്നുന്നു. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, ലാലേട്ടനൊക്കെ വന്ന് കണ്ട തൃശ്ശൂരുള്ളൊരു ഡോക്ടർ. നമ്മൾ രവി ഡോക്ടറുടെ അടുത്ത് വന്നേക്കാണ്. പേഷ്യന്റ് വന്നിട്ടുണ്ട്, ഷൊർണൂരിലാണ് വന്നത്. നമ്മൾ ആ ചേച്ചിയോട് തന്നെ നേരിട്ട് ചോദിക്കാം. 3-4 ദിവസമായി നല്ല തലകറക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബുദ്ധിമുട്ട് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത അത്രയും ബുദ്ധിമുട്ട്. അപ്പോൾ ഇന്നാണ് ഡോക്ടറെ അടുത്ത് വന്ന് എക്സസൈസൊക്കെ ചെയ്യിപ്പിച്ചു. നല്ല റിലാക്സേഷൻ തോന്നുന്നു. കുഴപ്പമില്ല. മരുന്നൊന്നും കഴിച്ചില്ല, വേറെ എക്സസൈസ് മാത്രം. ഇപ്പൊ എക്സസൈസ് ചെയ്യണതിന് മുമ്പും അതിന് ശേഷവും തമ്മിലുള്ള വ്യത്യാസം? നല്ല റിലാക്സേഷൻ തോന്നുന്നുണ്ട്. ഇവിടെ വന്ന സമയത്ത് ചെറുതായി തലകറക്കം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. ഡോക്ടറുടെ അടുത്തേക്ക് നിങ്ങൾ എത്തിയത് അങ്ങനെ? ഞങ്ങൾ ഇതിൽ കണ്ട യൂട്യൂബിൽ കണ്ടിട്ടാണ് വന്നത്. ഡോക്ടറുടെ വീഡിയോ കണ്ടിട്ട്? ഡോക്ടറുടെ വീഡിയോ കണ്ടിട്ടാണ് വന്നത്. ലാലേട്ടനൊക്കെ വന്നത് ആ ന്യൂസ് കണ്ടായിരുന്നു? അറിയാത്ത ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ലാലേട്ടൻ അറിയാത്ത ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും അറിയേണ്ടത് ആൾക്കാരെ രക്ഷപ്പെടാനൊരു വഴിയായിരിക്കും. ഡോക്ടറെ അടുത്ത് വന്നത് വലിയൊരു അനുഗ്രഹമായി. ഞങ്ങളിന്ന് യാദൃശ്ചികമായിട്ട് ഡോക്ടറെ ഒരു വീഡിയോ കാണാൻ ഞങ്ങൾ നാളെ വേറൊരു ഡോക്ടറെ അപ്പോയിൻമെൻറ്റ് എടുത്ത് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഡോക്ടറെ കണ്ട എന്തൊരു ദൈവനിശ്ചയമാതിരി ഡോക്ടറുടെ വീഡിയോ കണ്ടു. അപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ ഡോക്ടറെ വിളിച്ചു, അപ്പോയിൻമെൻറ്റ് കിട്ടി. അപ്പോൾ നേരിട്ട് വന്നു. ഒരു അരമണിക്കൂർ കൊണ്ട് ഡോക്ടർ സംഭവം ഇങ്ങോട്ട് വരുന്ന മാതിരിയല്ല, എല്ലാം പെർഫെക്റ്റായി. അപ്പോൾ 100% സാറ്റിസ്ഫൈഡാണ്. ഇങ്ങനൊരു ഡോക്ടറെ നേരിട്ട് വന്ന് കാണാൻ പറ്റിയത് വളരെ ഭാഗ്യം. ദൈവത്തിൻ്റെ ഒരു നിശ്ചയമായിട്ട് ഞങ്ങൾ കാണുന്നു. നിങ്ങൾ വേറെ ട്രീറ്റ്മെൻറ്റ് എവിടെ എടുത്തിരുന്നത്? വേറെ ഞങ്ങൾ ഇതിന് മുന്നേ ഇത് വന്ന ഞങ്ങളിപ്പോൾ 5ാമത്തെ ദിവസമാണ്. 4 ദിവസമായിട്ട് ഞങ്ങൾ 3 ഹോസ്പിറ്റലുകളിൽ പോയി. ആദ്യം കാർഡിയാക്കിൻ്റെ ആണെന്ന് വിചാരിച്ച് ഒരു ഡോക്ടർ റെഫർ ചെയ്തിട്ട് കാർഡിയാക്കാന്ന് പറഞ്ഞിട്ട് കാർഡിയാക്കിൻ്റെ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവിടെ ചെന്നിട്ട് അവർ എല്ലാ ടെസ്റ്റുകളും ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചു. എക്കോ ടെസ്റ്റ് എല്ലാം അടക്കം ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചു. പക്ഷേ ആ ഡോക്ടർ യാതൊരുവിധ കാർഡിയാക്കിൻ്റെ യാതൊരുവിധ പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ ഡോക്ടർ ഒരു സംശയം പറഞ്ഞിരുന്നു, ഇയർ ബാലൻസിൻ്റെ പ്രശ്നമാണ്, അതുകൊണ്ട് ഒരു ENT കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു ENT സർജനെ കണ്ടു. ENT സർജൻ എല്ലാം നോക്കി അവർ കൺഫേം ചെയ്തു ഇത് തന്നെയാണെന്ന്. ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം കൺഫേം ചെയ്ത് ഒരു 10 ഡേയ്സിനും മെഡിസിൻ കുറിച്ച് തരിക ചെയ്തത്. ഞങ്ങൾ ആ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് ഈ ഡോക്ടറുടെ വീഡിയോ കാണാൻ ഇതായത്. പിന്നെ ഞങ്ങൾ ആ മെഡിസിൻ എല്ലാം നിർത്തിയിട്ട് നേരെ ഡോക്ടറെ അടുത്ത് വന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളുണ്ടായി. ഇനി ഡോക്ടർ എന്തെങ്കിലും മെഡിസിൻ തന്നിട്ടുണ്ടോ? ഇല്ല, ഡോക്ടർ മെഡിസിൻ ഒന്നും തന്നിട്ടില്ല. എക്സസൈസ് മാത്രമേ ഉള്ളൂ. ഡോക്ടറെ അടുത്ത് വരാൻ പറ്റിയതും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം പോലല്ല? തീർച്ചയായിട്ടും. ഇത് ഇയർബഡ്സ് സാധാരണ ഉണ്ടാവില്ല. ഇയർബഡ്സ് ഇടാൻ പറ്റാത്തതാണെങ്കിലും സാധാരണ ആൾക്കാർ ചെയ്യുന്നത് ഇയർബഡ്സാണ്. അത് കഴിഞ്ഞിട്ട് ഇത് ചെറിയ പോളാന്ന് പറയുന്നത് ടിമ്പാനി മെംബ്രെയിൻ. പിന്നെ ഇതൊരു എയർ സ്പേസാണ്. ഈ എയർ സ്പേസ് ആയതുകൊണ്ട് മെംബ്രെയിൻ്റെ വൈബ്രേഷൻ ബ്രെയിനിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ കോക്ലിയയിൽ എത്തണം. അത് എത്തിക്കാൻ വേണ്ടി ഏറ്റവും വലിയ 3 കോണുകളുണ്ട്, മാലീസ്, ഇൻഗസ്, ടൈപ്സ് എന്ന് പറയുന്നത്. അതും കഴിഞ്ഞിട്ട് ദിസ് ഈസ് ദ കോക്ലിയ. ഈ ഇതിൻ്റെ സിഗ്നൽ ബ്രെയിനിൽ എത്തിക്കാനുള്ള സംവിധാനമാണ് കോക്ലിയ. അതിലേക്ക് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യണില്ല. അതിൻ്റെ മേലെയുള്ള സെമി സർക്കുലർ കനൽസ്, ഇത് 3 റിങ്ങുകളുണ്ട്. ഈ ബ്ലൂ കളറുള്ള സ്ട്രക്ചർ, അതായത് കോക്ലിയർ സെമി സർക്കുലർ കനാലും കൂടെ വെസ്റ്റിബ്യുലർ കോക്ലിയർ കോംപ്ലക്സ് എന്ന് പറയും. അതിരിക്കുന്നത് തലയോടിൻ്റെ എല്ലിൻ്റെ ഉള്ളിലാണ്. തലയോടിൻ്റെ എല്ലണിക്കാം. അതിൻ്റെ ഉള്ളിൽ ഇറ്റ് ഈസ് ദാറ്റ് മച്ച് വെൽ പ്രൊട്ടക്റ്റഡ് ബൈ നേച്ചർ. നമുക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി അത്രയും ഒന്നും പറ്റാതിരിക്കേണ്ട സ്ട്രക്ചർ ആയതുകൊണ്ടാണ് അത്രയും പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി അതാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇതാണ് ആ 3 റിങ്ങുകൾ, സെമി സർക്കുലർ കനാൽസ്. ഈ 3 റിങ്ങുകൾ തമ്മിൽ 90 ഡിഗ്രിയാണ്. പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അതിൻ്റെ വർക്കിങ്ങിനും ഞാനിത് മാറ്റുന്നതിനും ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ട്യൂബിൻ്റെ ഡയമീറ്റർ എത്രയാണെന്ന് അറിയാം? സാധാരണ ഒരു റിങ്ങിൻ്റെ ഡയമീറ്റർ ട്യൂബ് നമ്മുടെ ഗാർഡൻ പൈപ്പ്, അരേഞ്ചിൻ്റെ പൈപ്പ് എന്നൊക്കെ പറയും. ഇത് എത്രയാണെന്ന് അറിയാം? 1 മില്ലിമീറ്റർ. 1 മില്ലിമീറ്റർ. അത് അതിനൊരു 2 കോട്ടിങ്ങും പുറത്തുണ്ട്. ഒന്നൊരു ബോണി ലാബിലിൻ്റെ എന്ന് പറയും. ബോണി ലാബിലിൻ്റെ അത് എന്തിനാണെന്ന് വെച്ചാൽ ഈ റിങ് അതിൻ്റെ ഉള്ളിലൊരു മെംബ്രെയിനസ് ട്യൂബാണുള്ളത്. ഈ ബോണി ലാബിലിൻ്റെ സ്ട്രക്ചർ ഇതേപോലെ ഇരുന്നാൽ മാത്രമേ, കറക്റ്റായിട്ട് ഇരുന്നാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. അതർവൈസ് ഇറ്റ് വിൽ നോട്ട് വർക്ക്.
ഈ മെമ്പറെ പോലെ ട്യൂബിനെ അങ്ങനെ വീണ് പോയി അത് മാറിപ്പോയായിരിക്കും. പ്രശ്നം മെയിൻറ്റെയിൻ ചെയ്യാനാണ് ബോണി ലാബിലുണ്ട്. അതിൻ്റെ ഉള്ളിലൊരു മെമ്പറൈന സ്ലാബ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ഈ ഫ്ലൂയിഡുള്ളത്. ആ ഫ്ലൂയിഡിലുള്ള ലൂമൻ്റെ സൈസ് ഈസ് ഓൺലി 0.5 മില്ലിമീറ്റർ. അത്രത്തോളം ചെറുതാണെന്ന് ആലോചിച്ച് നോക്കുക. അതിൻ്റെ ഈ റിങ്ങിൻ്റെ 3 റിങ്ങുകളാണ്. ഈ 3 റിങ്ങിൻ്റെയും അറ്റങ്ങളെല്ലാം ഓപ്പൺ ചെയ്യേണ്ടത് യുട്രിക്കിൾ എന്ന് പറഞ്ഞൊരു കണ്ടെയ്നറിലാണ്. യുട്രിക്കിൾ നമ്മൾ തലതിരിക്കുമ്പോൾ ഈ റിങ്ങുകൾക്ക് ഒരു മൂവ്മെൻ്റ് ഇടണം. റിങ് ഇൻഡിപെൻഡൻ്റായിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. ഒരു ഫിക്സഡ് സ്ട്രക്ചറാണ്. റൈറ്റ് സൈഡിലുള്ളതാണിത്. അതിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡിൽ ഇതിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും. അതുകൊണ്ട് 6 റിങ്ങുകളുള്ളത് 6 ഡയറക്ഷനിലും 6 പ്ലെയിനിലായിരിക്കും. നമ്മൾ തലതിരിക്കുമ്പോൾ ഈ 6 എണ്ണത്തിലും ഫ്ലൂയിഡ് മൂവ്മെൻറ്റ് ഉണ്ടാവും. ഒരേപോലെ ആയിരിക്കില്ല. ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കീഴോട്ട് ഇങ്ങനെ നോക്കണമെങ്കിൽ ഇങ്ങനെയല്ല മൂവ് ചെയ്യാം. അപ്പോൾ ഇതിനായിരിക്കും ഏറ്റവും കൂടുതൽ ഫ്ലൂയിഡ് മൂവ്മെൻറ്റ്. ഇങ്ങോട്ട് തിരിക്കണം, ഇതിലായിരിക്കും കൂടുതൽ ഫ്ലൂയിഡ് മൂവ്മെൻറ്റ്. എങ്ങനെ തിരിക്കുന്നതനുസരിച്ച് ഈ 3 റിങ്ങിലും ഒരിക്കലും ഒരേപോലെ ആയിരിക്കില്ല. മറ്റേ സൈഡിലും 6 റിങ്, 6 റിങ്ങിലും 6 തരത്തിലായിരിക്കും ഫ്ലൂയിഡ് മൂവ്മെൻറ്റ്. ഈ ഫ്ലൂയിഡ് മൂവ്മെൻറ്റ് മെഷർ ചെയ്യണം. മെഷർ ചെയ്തിട്ട് ബ്രെയിനിലേക്ക് എത്തണം. ആ ഫ്ലൂയിഡ് മൂവ്മെൻറ്റ് മെഷർ ചെയ്യാനുള്ള സംവിധാനം ഈ റിങ്ങിൻ്റെ അടിയിലുണ്ട്. ഇതാ 3 റിങ്ങുകൾ. അതിൽ ഒരു റിങ്ങിൻ്റെ അളക്കണ സൂത്രമാണ് ഈ കാണുന്നത്, അളക്കണ സംവിധാനം. ഇത് ട്യൂബ്. ഈ 1 മില്ലിമീറ്റർ ട്യൂബാണ് ഈ കാണുന്നത്. 1 മില്ലിമീറ്റർ ട്യൂബാണ് ഈ വരച്ച് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ സൈസ് 2 മില്ലിമീറ്റർ താഴെയായിരിക്കും. ഇതിൻ്റെ പേര് കുപ്പള എന്നാണ്. പള്ളിയുടെ കപ്പട എന്ന് പറഞ്ഞാൽ മതി. പായക്കപ്പലിൻ്റെ പായ പോലെയുള്ള സ്ട്രക്ചർ. അത് പായക്കപ്പലിൻ്റെ പായ കാട്ടുതാരുന്ന പോലെ ഇത് ഫ്ലൂയിഡ് ഇതിലെ വരണമെങ്കിൽ ഇങ്ങോട്ടൊന്ന് മൂവ് ചെയ്യും, ഇതിലെ വരണമെങ്കിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഈ മൂവ്മെൻറ്റിൻ്റെ സിഗ്നൽ ബ്രെയിനിൽ എത്തണം. ബ്രെയിനിൽ എത്തിക്കണമെങ്കിൽ ഈ മൂവ്മെൻറ്റ് ഇങ്ങനെയുള്ള ബ്രെയിനിൽ എത്തില്ല. ജസ്റ്റ് ബി കൺവെർട്ടഡ് ഇൻടു ഇലക്ട്രിക്കൽ ഇമ്പൾസസ്. ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആക്കിയാലും ബ്രെയിനിൽ പോകുള്ളൂ. ഇനി അതിൻ്റെ സ്ട്രക്ചർ ഞാൻ കാണിച്ചു തരാം. ഈ ഇതിരിക്കുന്നത് ഒരു മെമ്പറിൻ്റെ മേലെയാണ്. ആ മെമ്പറിൻ്റെ പേര് തന്നെ ഓട്ടോലിത്തിക് മെമ്പറിനാണ്. ഓട്ടോലിത്തിക് മെമ്പറിന് ഓട്ടോ ശരി കല്ല് ആണ് ലിത്ത്. ഓട്ടോലിത്തിക് മെമ്പർ കല്ലുള്ള മെമ്പറിൽ നിന്നാണ് അതിൻ്റെ പേരുള്ളത്. അവിടെയാണ് കല്ല് വരുന്നത്. കാണിച്ചു തരാം. ഇതൊരു മെമ്പറിൻ, ഇത് വളരെ വളരെ വലുതാക്കി കാണിച്ചിട്ടുള്ള മെമ്പറിനാണ് കാണുന്നത്. അതിൻ്റെ വളരെ ചെറിയൊരു പോർഷൻ എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, നല്ല വരച്ചിരിക്കുന്നത്. ഇതാണ് മെമ്പറിൻ്റെ തിക്നെസ്സാണ്. ഇതാണ് മെമ്പറിൻ എന്നുണ്ടെങ്കിൽ അതിൻ്റെ വളരെ ചെറിയൊരു പോർഷൻ എടുത്തിട്ട് വളരെ ചെറിയൊരു പോർഷൻ എടുത്തിട്ട് വെരി ഹൈലി മാഗ്നിഫൈഡ് ആണ് ഈ കാണുന്നത്. ഈ നാരോ സൈഡ് ഉണ്ടല്ലോ, ഇതാണ് ഈ കാണുന്നത് നാരോ സൈഡ്. എത്രയെന്ന് അറിയാം? 50 മൈക്രോൺ. 1 മില്ലിമീറ്റർ 1000-1001 1 മൈക്രോൺ. അപ്പോൾ 50 മൈക്രോൺ എന്ന് പറഞ്ഞാൽ 20 എണ്ണം അടക്കി വെച്ചാൽ 1 മില്ലിമീറ്റർ ആവുള്ളൂ. നമ്മൾ പ്ലാസ്റ്റിക്കൊക്കെ 50 മൈക്രോണിന് മേലുള്ള പാടുള്ളൂ എന്ന് പറഞ്ഞില്ലല്ലോ. 50 മൈക്രോണാണ് ഇതിൻ്റെ സൈസ്. ഇനി അതിൻ്റെ സ്ട്രക്ചർ ഈ താഴെ ഭാഗം പാക്ക് ചെയ്ത സെല്ലുകളാണ്. തല കെട്ടിയിരിക്കുന്ന പോലെ കണ്ടില്ലേ? അതിൽ നിലനിർത്തി കാണുന്ന സെല്ലുകളാണ് തലച്ചോറിലേക്ക് സിഗ്നൽ കൊടുക്കാനുള്ള സെൻസർ സെൽസ്. അങ്ങനെ ഈ പൂരപ്പറമ്പിലൊക്കെ നമുക്കിതൊക്കെ കുഴിച്ചിട്ടിരിക്കുന്ന പോലെയാണ് ഇത് കിടക്കുന്നത്. ഇതിന് മൂവ് ചെയ്യാൻ പറ്റില്ല. ഇതിന് അപ്പർ പോർഷൻ ഈ നാരുകൾ ജറ്റ് നിൽക്കുന്നത് ഒരു ജെല്ലിയിലാണ്. ജലാറ്റിനസ് മാട്രിക്സ് എന്ന് പറയും. അതിലാണ് നാരുകൾ നിൽക്കുന്നത്. ഈ നാരുകൾ ഇതിൻ്റെ മേലെ കുപ്പളം മൂവ് ചെയ്യുമ്പോൾ നാരുകൾക്ക് ഒരു മൂവ്മെൻറ്റ് വരും. നാരുകൾക്ക് മൂവ്മെൻറ്റ് വരുമ്പോൾ അത് ആടും. ഇതിൻ്റെ ആടലിൽ നിന്നാണ് തലച്ചോറിനുള്ള സിഗ്നൽ പോകുന്നത്. ഇത് ഓരോ സെല്ലിൽ നിന്നും തലച്ചോറിലേക്ക് നെർവ് ഫൈബർ പോയിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു ചെറിയ പൂജ്യത്തിൻ്റെ അത്ര വലുപ്പമുള്ള ഒരു മെമ്പറയിൽ ഇത്തരത്തിലുള്ള എത്ര സെല്ലുണ്ട് നമുക്ക് ഈ സിഗ്നൽ കൊടുക്കാനുള്ളത്? 15,000. 15,000 ഒരെണ്ണത്തിലുണ്ട്. 6 റിങ് ഉണ്ട്. അപ്പോൾ 15,000 90,000, അതായത് നിയർ 1 lakh സെൽസ് ഉണ്ട്. ഇതിൽ നിന്നുള്ള ബ്രെയിനിന് കണ്ടിന്യൂസ് ആയിട്ട് സിഗ്നൽ കിട്ടിക്കൊണ്ടിരിക്കണം. മൂവ്മെൻറ്റ് ഇല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഇല്ലാത്ത സിഗ്നൽ കിട്ടണം. മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ മൂവ്മെൻറ്റോടെ അതിൻ്റെ സിഗ്നൽ കിട്ടണം. അത് കിട്ടണില്ലെങ്കിൽ ബ്രെയിൻ ബിക്കംസ് റെസ്റ്റ്ലെസ്. അത് ഞാനത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം അങ്ങനെ റെസ്റ്റ്ലെസ് ആവും. അപ്പോൾ ഇതിൻ്റെ സിഗ്നൽ ജനറേറ്റ് ചെയ്യാൻ ഇതിൻ്റെ മേലെയാണ് ഈ കുപ്പള മൂവ് ചെയ്യുന്നത്. ഈ മെമ്പറൈന് ടോപ്പ് കുപ്പള മൂവ് ചെയ്യുമ്പോൾ മെമ്പറൈന് മൂവ്മെൻറ്റ് മെമ്പറൈൻ്റെ ജലാറ്റിനസ് പാർട്ടിന് മൂവ്മെൻറ്റ് വരും. അപ്പോൾ അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇത് ജെല്ലി പോലെ ആയത് കാരണം കൊണ്ട് ഈ ഇത് ഇവിടെ ഇരുന്ന് മൂവ് ചെയ്താൽ എല്ലായിടത്തും മൂവ്മെൻറ്റ് എത്തണമെന്നില്ല. ജെല്ലിയാവുമ്പോൾ വെള്ളമാണെങ്കിൽ എൻ്റെ വ്യവസ്ഥയാണ്. വെള്ളമാണെങ്കിൽ ചെറിയ മൂവ്മെൻറ്റിൽ നാരളകില്ല. അതുകൊണ്ടാണ് ഇത് ജെല്ലിയാക്കിയിരിക്കും. അപ്പോൾ എല്ലാത്തിനും സിഗ്നൽ കിട്ടിയേ പോകുള്ളൂ. അതിന് അടുത്ത ടെക്നോളജി വരുന്നു. ഇതിൻ്റെ മുകളിൽ കല്ലിട്ടിരിക്കും. ഇതാണ് കാൽസ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ്. അത് ഓരോ മെമ്പറിൻ്റെ മുകളിൽ തന്നെ ലക്ഷക്കണക്കിനുണ്ട്. സൈസ് ഈസ് 3 into 5 മൈക്രോൺ. ഒരു റെക്ടാങ്കുലർ ഷേപ്പാണ് ഇതേപോലെ 3 into 5 മൈക്രോൺ നീക്കൽ. അപ്പോൾ അത് എത്ര ഉണ്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മുടെ ചുവന്ന രക്താണുക്കളുണ്ട്. ഒരു ചുവന്ന രക്താണുവിൻ്റെ ഉള്ളിൽ ഇത്തരം 4 കല്ലുകൾ അത്രയ്ക്കേ ഉള്ളൂ. അതായത് പൗഡറിനേക്കാളും ചെറിയ പൊടിയാണ് ഈ സാധനം.
ഇത് ഒരെണ്ണം റിങ്ങിൽ കയറുന്നതാണ് നമ്മുടെ എയർ ബാലൻസിന് കാരണകരം. ഒരെണ്ണം മതി. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇത് റിങ് നിൽക്കുന്ന റിങ്ങിൻ്റെ നടുക്ക്, അതായത് കുപ്പള എന്ന് പറഞ്ഞാൽ സീനറി പിടിക്കാനുള്ള സാധനം. അത് നിൽക്കുന്ന മെമ്പറിൻ്റെ മേലെയാണ്. ഈ മെമ്പറിൻ്റെ അപ്പർ സർഫസിലാണ് കല്ല് കിടക്കുന്നത്. ഈ കല്ല് കിടക്കുന്നതിൻ്റെ വളരെ അടുത്തായിരിക്കും റിങ്ങിൻ്റെ 2 ഓപ്പണിങ്. വളരെ ചെറുതാണ്. എൻ്റെ പേരൻ്റെ വലുപ്പം കമ്പയർ ചെയ്ത് ഇത് ചിലപ്പോൾ ഒരെണ്ണം 2 ഇളകിപ്പോയേക്കാം. ഇളകിയിട്ടുണ്ടെങ്കിൽ ഈ ഇതിലേക്ക് വീണ് പോകും. ഇതൊക്കെ ഇളകിയില്ലല്ലോ, ഇപ്പോഴാണ് വീണ് പോകും. അപ്പോൾ ഈ റിങ്ങിൻ്റെ ഈ മെമ്പർ ഇതിലേക്ക് വീണ് പോകും, ഈ ഇളകിയ കല്ലിളകിനെങ്കിൽ. പക്ഷെ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഇളകിയ കല്ല് ഈ ട്യൂബിൻ്റെ ഏതെങ്കിലും ഒരു ഓപ്പണിങ്ങിന് അടുത്ത് കിടക്കുന്ന സമയത്ത് നല്ലൊരു റൊട്ടേഷൻ, ഇതിൽ ഫ്ലൂയിഡ് മൂവ്മെൻറ്റ് വല്ല തരത്തിലൊരു റൊട്ടേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ കല്ല് ഇതിൽ സക്ക് ചെയ്തു ഇളകിയ കല്ല്. ഇറ്റ് ഈസ് എൻ ആക്സിഡൻ്റായിട്ട് വരണം. കല്ല് സക്ക് ചെയ്ത് പോയി. കല്ല് സക്ക് ചെയ്ത് പോയാൽ കാൽസ്യം കാർബണേറ്റ് ആയ കാരണം ഓടി കളിക്കില്ല. പല വീടുകളിലൊക്കെ അങ്ങനെ ഓടി കളിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓടാൻ പറ്റുന്ന സാധനമല്ല. ബിക്കോസ് ഇറ്റ് ഈസ് കാൽസ്യം കാർബണേറ്റ്, ഇറ്റ് ഈസ് ഹെവി. അത് ഒരിക്കലും സെഡിമെൻ്റ് കയറും. പിന്നീട് ഉണ്ടാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന് മുമ്പ് ഞാൻ വേറെ ഇത് പറഞ്ഞത്, ചെറുപ്പത്തിൽ കുട്ടികൾ കളിക്കുന്ന ഒരു കളിയുണ്ട്, വട്ടപ്പാല ചിറ്റ എന്നൊക്കെ പറയും. വട്ടം കറങ്ങിയിട്ട് പെട്ടെന്ന് നിൽക്കുമ്പോൾ ഭൂമി തിരിയുന്നതാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ കറങ്ങുമ്പോൾ ഈ ഇതിന് ഫ്ലൂയിഡ് മൂവ്മെൻറ്റ് കൂടി വന്നിട്ട് കുട്ടി അബ്രപ്റ്റായിട്ട് നിൽക്കുമ്പോൾ ഫ്ലൂയിഡ് മൂവ്മെൻറ്റ് നിൽക്കില്ല. ഇറ്റ് വിൽ കണ്ടിന്യൂ ഫോർ സം ടൈം. ആ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ബ്രെയിൻ ഈസ് ഗെറ്റിംഗ് ദ സിഗ്നൽ ദാറ്റ് ഹെഡ് ഈസ് ബീങ് റൊട്ടേറ്റഡ്. കണ്ണുകൊണ്ട് കാണലില്ല. അപ്പോൾ ബ്രെയിൻ തീരുമാനിക്കുന്നു കണ്ണുകൊണ്ട് കാണുന്നത് തെറ്റാണ്. അത് ഈ ബ്രെയിനിൻ്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. കമ്പ്യൂട്ടറിനെ പോലെ ഡിഫോൾട്ട് പോസിറ്റീവ് ഇൻപുട്ടാണ്. ഏതിനാണ് പോസിറ്റീവ് ഇൻപുട്ട് അതാണ് ശരിയെന്നും മറ്റത് തെറ്റാണ് ബ്രെയിൻ തീരുമാനിക്കുന്നു. അതിന് സിഗ്നൽ കിട്ടുന്നില്ല എന്ന് തീരുമാനിക്കുന്നു. ബ്രെയിൻ അവിടെ ഒരു കറക്ഷൻ അപ്ലൈ ചെയ്യും. അതായത് ഇതിനെ മാച്ച് ചെയ്യാൻ വേണ്ടി കണ്ണുകൊണ്ട് കണ്ണിന് തിരിച്ചു. അതാണ്. പക്ഷേ അത് നല്ല പെട്ടെന്ന് പോസിറ്റീവ് എത്തിച്ചാൽ പിന്നെ അത് ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഇതിലൊരു പ്രതിഭാസം നടക്കുന്നത്. ഇപ്പോൾ ഒരു റിങ്ങിനുള്ളിൽ കല്ല് കയറി. ഈ കല്ല് കയറി റിങ്ങിനുള്ളിൽ കൂടുതൽ ഫ്ലൂയിഡ് മൂവ്മെൻറ്റ് വരുന്ന തരത്തിൽ പിന്നീട് ഹെഡ് റൊട്ടേറ്റ് ചെയ്താൽ എന്ത് പറ്റും? ഈ റൊട്ടേഷൻ നിന്ന് പോയാലും ഫ്ലൂയിഡ് മൂവ്മെൻറ്റ് കുറച്ച് സമയം വരും. കാരണം കല്ലിൻ്റെ തടസ്സം ഉണ്ടല്ലോ അവിടെ. കുറച്ച് സമയം ഒരു മൊമെൻ്റ് എന്ന് പറയാം. ആ ഫോഴ്സിന് വന്ന ഫ്ലൂയിഡ് നിങ്ങൾ പോകുന്നേ നോക്കുള്ളൂ. ഒരെണ്ണത്തിൽ മാത്രം ഫ്ലൂയിഡ് മൂവ്മെൻറ്റ് കുറച്ച് സമയം കൊണ്ട് പെർസിസ്റ്റ് ചെയ്യും. അതുണ്ടാവുന്ന സമയത്ത് അതിൻ്റെ മാത്രം കുപ്പള സ്റ്റിമുലേറ്റ് ചെയ്യും. ആ റിങ്ങിൻ്റെ മാത്രം ആ ട്യൂബിൻ്റെ താഴെയുള്ള കുപ്പള സ്റ്റിമുലേറ്റ് ചെയ്യും. ബാക്കിയുള്ള 5 അഞ്ചെണ്ണത്തിലില്ലാത്തതുകൊണ്ട് ബ്രെയിൻ ഹാസ് കൺഫ്യൂസ്ഡ് ആൾസോ. ആ കൺഫ്യൂഷൻ കൊണ്ടാണ് തലയ്ക്ക് കനം, മറ്റ് മനമരത്തിൽ തലവേദന, ഛർദി, വയറിളക്കം വരാം. നമ്മളുടെ പേഷ്യൻ്റ് ആങ്ഷ്യസ് ആവുകയും ചെയ്യും. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് വെച്ച് ബ്രെയിൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യും. ഒരു റിങ്ങിൽ മാത്രം ഫ്ലൂയിഡ് മൂവ്മെൻറ്റ് വരുന്ന തരത്തിൽ പേഷ്യൻ്റ് എങ്ങനെ തല തിരിക്കുന്നു എന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അങ്ങനെ തിരിക്കാനേ പറ്റില്ല. നമുക്ക് തിരിക്കാനേ പറ്റില്ല. എങ്ങനെ തിരിച്ചാലും 6 ഫ്ലൂയിഡ് മൂവ്മെൻറ്റ് വരും. അതില്ലാത്ത ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിക്കാൻ പറ്റാത്ത പൊസിഷനിലേക്ക് ഉള്ള ബ്രെയിൻ കാൽക്കുലേറ്റ് ചെയ്തെത്തും. ആ ഭാഗത്തേക്ക് കണ്ണുകൊണ്ട് കാണുന്നതിനെ റൊട്ടേറ്റ് ചെയ്യും. കണ്ണുകൊണ്ട് കാണുന്നതിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഈ ശരീരത്തിൽ അതിൻ്റെ ചേഞ്ചസ് വരും. സാധാരണ മറ്റേ ചെറുപ്പത്തിൽ വട്ടപ്പാല ചെല്ലുമ്പോൾ ഇങ്ങനെ സ്മൂത്ത് റൊട്ടേഷൻ ആയിരിക്കും. ഇതങ്ങനെയല്ല. ഇതിൻ്റെ തല ഇങ്ങനെയൊക്കെ അല്ലേ പോവാ. അതേ സംബന്ധിച്ച് ഇങ്ങനെ പോലെ ഇങ്ങനെ പോവാം. എങ്ങനെയാണ് നമുക്ക് തിരിക്കാൻ പറ്റാത്ത പ്രശ്നം ബ്രെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അവിടേക്ക് വിളിച്ച് തിരിക്കും. ഇതാണ് ഇതിൻ്റെ. ഇത് ഈ കല്ല് വെളിയിൽ പോകല്ലാതെ ഇതിന് വേറെ ഒരു വഴിയില്ല. മരുന്ന് ചെയ്യണത് ഞാൻ പറഞ്ഞ പോലെ തലകറക്കത്തിൻ്റെ തോന്നൽ ഉണ്ടാക്കുന്ന ബ്രെയിനിൻ്റെ സെൻറ്ററിന് മയക്കുകളെ ചെയ്യാം. അപ്പോൾ അതിന് മയക്കി കഴിഞ്ഞാൽ തലകറക്കം തോന്നൽ കുറയും. പക്ഷേ നോർമൽ ബോഡി ഫങ്ഷൻസ് തടസ്സപ്പെടും. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളടിച്ച് നടക്കുന്ന പോലെ ഒരു ഫീലിംഗ് വരും നടക്കുമ്പോൾ. ഇതിന് ഇത് കളയലല്ലാണ്ട് വേറെ യാതൊരു വഴിയില്ല. മരുന്നുകൊണ്ട് നടക്കില്ല. അപ്പോൾ ഇതിനകത്ത് കളയുന്ന സിസ്റ്റം ഞാൻ കാണിച്ചത്. അതായത് ആദ്യം ഇങ്ങനെ കിടക്കാൻ പറഞ്ഞത് തല ഫേസോടെ കഴിഞ്ഞൊരു സൈഡിലേക്ക് തല ചെയ്യും അല്ലേ. അത് കഴിഞ്ഞ് കറക്കില്ലെങ്കിൽ ഞാൻ നേരെ വെച്ച് പിന്നെ ഈ സൈഡിൽ തിരിക്കും. എവിടെ കിടക്കുന്നതിന് ആ ഭാഗത്ത് മൂവ്മെൻറ്റ് റിപ്പീറ്റ് ചെയ്യുന്നു. ലെഫ്റ്റ് തിരിച്ച പെണ്ണായാലും ലെഫ്റ്റ് പല പ്രാവശ്യം തിരിച്ച്. അപ്പോൾ ഈ 3 പൊസിഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഒരു നിയർ 90 ഡിഗ്രിയാണ് പെർ മൂവ്മെൻറ്റ് അല്ലേ. അത് കഴിയുമ്പോൾ ഏകദേശം 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ 3 പൊസിഷൻ വയ്ക്കുമ്പോൾ 2 സൈഡിലെത്തി ഓരോ റിങ്ങുകൾ വെർട്ടിക്കലാവും, കുത്തനെയാവും. അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് അവിടെ മനസ്സിലാവും. ഇങ്ങനെ തിരിക്കുമ്പോൾ ഒരു റിങ് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഹിയർ ഇറ്റ് ബിക്കംസ് വെർട്ടിക്കൽ. അപ്പോൾ ഇതിൽ കറ്റുണ്ടെങ്കിൽ സെഡിമെൻറ്റ് ചെയ്ത് പോകും. ഭൂമിയുടെ ആകർഷണ ശക്തിയിലാണ് പോകുന്നത്. ഫോഴ്സ് വേണ്ടതിന് സെഡിമെൻറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അടുത്തന്നെ 90 ഡിഗ്രി ഇങ്ങനെയാണ്. പെർപെൻഡിക്കുലർ ടീച്ചറല്ലേ ഇവിടെ വെച്ചത് സെഡിമെൻറ്റ് ചെയ്തു. ഇതിലുണ്ടെങ്കിൽ പിന്നെ ഒരെണ്ണുള്ളത് ഇങ്ങനെയാണ്.
കയറിയിട്ടുണ്ട്. ഈ 3 പ്രശ്നം വെച്ചിട്ട് 2 സൈഡിലും ഓരോ സ്ട്രിങ്ങുകൾ വെർട്ടിക്കലാവുകയും അതിലുള്ളത് വീണ് പോയി. പ്യൂർലി സയൻറ്റിഫിക്, അല്ലാണ്ട് വേറെ ഒന്നുമില്ലായിരുന്നു. അത് ഇതെന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ബാക്കി പലതരം എക്സർസൈസുകളും ഇതൊക്കെ നടക്കുന്നത്. ഇത് പോയിരിക്കും പോകുന്നതിന് 100% ഉറപ്പാണ്. അതെങ്ങനെയാണ് അതിനകത്ത് കയറി ആ വഴി കൂടെ തിരിച്ചു പോകണം. തിരിച്ചു പോയാൽ ദാറ്റ് വിൽ ഗോ ഇൻടു ദ യൂട്രിക്കൽ. ഇതിന് വീണ് പോകും. അതിൽ വീണവന് പ്രശ്നമില്ല. അവിടെ കിടന്നോളൂ. വീണ്ടും അതേ ആ കല്ല് പിന്നെ കയറില്ല. പക്ഷേ കണ്ടീഷൻ പോലെ കിടപ്പുണ്ടല്ലോ, എക്സ്ട്രീംലി ടെൻഡൻസി എന്ന് പറയും. കണ്ടമാനം കൂടുതലുണ്ട് ആവശ്യത്തിനേക്കാൾ. കുറച്ച് കല്ലൊക്കെ പോയാലും കയറില്ല. ഇത് ഇങ്ങനെ നിൽക്കുന്നത് ഇന്നെങ്ങനെ വരിക? പുതിയ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ ഈ മെമ്പറൈൻ എക്സ്പാൻഡ് ചെയ്യും, ചൂട് കാരണം. മൊബൈലിൻ്റെ റേഡിയേഷൻ്റെ ചൂട് കാരണം മൊബൈൽ യൂസ് ചെയ്യുന്ന മൈക്രോവേവാണ്. ഇത് എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്യുന്നതിൽ മറ്റൊരു ഹാപ്പൻ ഇതിന് മുകളിലുള്ള കല്ലുകൾ ഇളകി പോകാം. കുളന്ന് വെച്ചോട്ടിച്ചില്ലല്ലോ. ഇളകിയിട്ടുണ്ടെങ്കിൽ കൂടെ മിക്കവാറും കല്ലുകൾ ഇളകിപ്പോയാൽ ഈ യൂട്ടക്കളിലേക്ക് തന്നെ വീണ് പോകുള്ളൂ. പക്ഷെ അങ്ങനെ പോയാൽ റിങ്ങിൻ്റെ ഉള്ളിൽ കയറിയാൽ മാത്രമേ ഈ പ്രശ്നം വരുള്ളൂ. കല്ലുകൾ കൂടുതൽ ഇളകണമെങ്കിൽ കൂടുതൽ കയറാനുള്ള സാധ്യതയുണ്ട്. റിങ് കയറിയാൽ പിന്നെ കയറില്ല, കാരണം പിന്നെ തലതിരിച്ചിട്ട് വേണേൽ കയറണം. തലതിരിച്ചിട്ട് അവിടെ അവസാനിച്ചില്ലേ, അല്ലാതെ വേറെ ഒന്നും ഞാൻ ചോദിച്ചു. ഇത് ഇളകിപ്പോയാൽ കയറും. ഇനി ചില നേരം പനി വന്നാൽ വരാം, ചെവിയിൽ അടി കിട്ടിയ വരാം, ആക്സിഡന്റിൽ വരാം, പുള്ളിക്ക് സംഭവിച്ചാൽ വരാം. അത് നല്ല തലയിൽ ഷെയ്ക്കോന്ന് അതുകൊണ്ട് വരും. വെള്ളപ്പോൾ ഇൻഫെക്ഷൻ വന്നാൽ വരാം. പിന്നെ പലരും പറയാനുണ്ട് ചെവിയിൽ ഡ്രമ്മിൽ ഹോൾ വന്നുകൊണ്ട് വരുന്നത്. ഡ്രമ്മിൽ ഹോൾ ഒരു ബന്ധമില്ലല്ലോ, ഒരു ബന്ധമില്ല. ഇത് ഒഴിവാക്കാൻ മൊബൈൽ യൂസ് കുറയ്ക്കണം. മൊബൈൽ യൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. അല്ലാതെ വേറെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടില്ല. ഇപ്പോൾ രവി ഡോക്ടറുടെ വീടിൻ്റെ ലൊക്കേഷൻ കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലോ പിൻ ചെയ്തേക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഈ വീഡിയോ ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലംസ് ഉള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവർക്കും ഉപകാരം കിട്ടട്ടെ. അതുപോലെ ഡോക്ടറെ കണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറി കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.